വെൽക്കം ബായ്. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ രാത്രിയായി, കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ താമസിച്ചു പോയതാ. ഭയങ്കര മഴയായിരുന്നേ. അപ്പം നമ്മുടെ ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാവുന്നു കേട്ടോ. ഇതേതാ ഈ ഉടുപ്പ്? ഇത് കണ്ടില്ലായിരുന്നല്ലോ. പുതിയ ഉടുപ്പാ. ഇതാ എന്റെ ചേച്ചി. എവിടുന്നാണോ? ഇതെന്റെ ചേച്ചിയുടെ മോള് തയ്ച്ചു തന്ന എനിക്ക്. നല്ല മറ്റേ അത് തന്നെ. എന്റെ പേരെന്നാ? നിഷ തയ്ച്ചു. നിഷ. കലക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇന്ന് ഒരു ഉപ്പുമാവാട്ടോ. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന റവ ഉപ്പുമാവ്, അരി ഉപ്പുമാവ്, ഗോതമ്പ് ഉപ്പുമാവ്. ഇന്ന് അതല്ല കേട്ടോ. ഇന്ന് തിന കൊണ്ടുള്ളൊരു തിനയല്ല കേട്ടോ, ചാമേരി കൊണ്ടുള്ള ഉപ്പുമാവാണേ. മില്ലറ്റ് ഇല്ലേ, മില്ലറ്റിനൊക്കെ ഭയങ്കര പ്രാധാന്യമല്ലേ ഇപ്പം. ഒത്തിരി ഗുണങ്ങളുണ്ട്, ഫൈബറൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാലേ ഒരു നേരം ശരിക്കും ഈ മില്ലറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ നമ്മൾ കഴിക്കണം കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പതിവ് പോലെ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചേ. കൊള്ളുന്നു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ടേ. അതിലോട്ട് ഒരു സ്വല്പം ഉഴുന്നുപരിപ്പിട്ടു. ചൂടായില്ല പതിവ് പോലെ. ശകലം കടുകിട്ടു. നമ്മൾ എന്ന് കടുകിട്ടാലും ഇതിന് അച്ഛനൊരു പേര് പറയായിരുന്നു ഈ കടുകിന്. ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട എന്ന്. കടുകിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ശരിക്കും ചൂടായില്ലായിരുന്നേ. ഈ ഉരുളി ഇച്ചിരി ചൂടാകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഇൻഡാലിയത്തിൻ്റെ അല്ലേ, അതാ. ഭയങ്കര മഴയായിരുന്നു, അതാ ഇത്രയും താമസിച്ചത്. ഈ മില്ലറ്റിലെ ഒത്തിരി കൂട്ടമുണ്ടല്ലോ. റാഗിയുണ്ട്, തിനയുണ്ട്, ചാമയുണ്ട്. പക്ഷെ മില്ലറ്റ് ഒത്തിരി ഗുണങ്ങളില്ലേ. കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ഏറ്റവും കുറവ്. ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി. ഫൈബർ കൂടുതൽ, ഒത്തിരി അസുഖങ്ങൾക്ക്, വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഇത് തന്നെയായിരുന്നു. പിന്നെ അതിലോട്ട് സ്വല്പം മറ്റേ നമ്മുടെ സബോള ഇട്ടേ. സബോള, ഇഞ്ചി, സ്വല്പം ക്യാരറ്റ്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ ഇടാൻ പറ്റുന്ന, ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. ഇല്ല, അതൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ പിന്നെ ഇട്ട് ഇത് പച്ചമുളകല്ല, ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി ഈ വത്തലുമുളകായിട്ടത്. കറിവേപ്പിലയൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നേ. മഴ പെയ്തുകൊണ്ട് പറമ്പിൽ പോയി പറിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ളതൊക്കെ ഇതാ. പിന്നെ ഇല്ലേ, ഈ ചാമേരി ഇടുമ്പോൾ അതൊരു 3-4 മണിക്കൂറേലും കുതിർത്തിടണം, വെക്കണേ. കുതിർത്ത് വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഉണ്ടാക്കാൻ. അല്ലെ ഒത്തിരി നേരം ഇതിൻ്റെ വേവിച്ചിട്ട് പ്രശ്നമില്ല.
പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഒത്തിരി അമ്മൂമ്മമാരൊക്കെ ഈ അരിയൊക്കെ ഭയങ്കര ഇതായിട്ട് അരിയൊന്നും ഇല്ലാത്ത കാലത്ത് ഇത് പാവങ്ങളുടെ ഭക്ഷണമാണെന്നല്ലേ പറയുന്നത്. ഇതൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ കാലം ചെല്ലുന്തോറും ഓരോ പുതിയ സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോയി. ഇപ്പം വീണ്ടും ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡുകൾ ഇതാ. ഇത് ഇരട്ടി വെള്ളം ഒഴിക്കണേ. ഇത് 1 കപ്പ് അരിയാ, അതിൽ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാം. നമുക്ക് ഒരു സ്വല്പം ഉപ്പ് വെള്ളം ഒഴിക്കാവേ. ഞാനേ ഇരട്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇത് 1 കപ്പ് ഈ ചാമയാണേ, അതിനിത് ഒരു 2 കപ്പോളം. ഇതിനി അവിടെ ഇരുന്ന് വേകട്ടെ. ഞങ്ങളുടെ അടുപ്പ് ഒന്ന് മാറ്റി കേട്ടോ. ഞങ്ങളെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് കാണാം, അവിടെയായിരുന്നേ. ഇത് ഞങ്ങൾ വിറകടുപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം വിറകടുപ്പ് കത്തിക്കുന്നില്ല. ഞങ്ങൾ പെരയ്ക്കാൻ മുഴുവൻ പോകെയാണ്. ഞങ്ങൾ പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ്. പെയിൻ്റ് അടിക്കണം. ഇതൊക്കെല്ലാം ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കൂട്ടുകാരൊക്കെ ഞങ്ങളുടെ പെരപണിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അതിന് കത്തിക്കുന്നില്ല. പിന്നെ വല്ല കാലത്ത് ഒന്ന് കത്തിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് സ്റ്റാൻഡും ഒക്കെ ഉണ്ടാക്കി അതിലാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കത്തിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആക്കി. അപ്പം നമ്മുടെ അരി ഇവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. നമ്മുടെ ചാമേരിയൊക്കെ വേവായി വരുന്നേ. അപ്പം നമുക്ക് ഇതിലോട്ട് മുമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നേരം ഇട്ടില്ല. നേരത്തെ ഇട്ടാൽ ഇതിന് വേവ് കൂടുതൽ, ഈ അരിക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ടേ ഇതങ്ങോട്ട് വെന്ത് കുഴയും. അപ്പം ഈ തക്കാളിയും കൂടെ ഇടാവേ. ഇനി നേരത്തെ ഇടേണ്ടതായിരുന്നു മഞ്ഞപ്പൊടി, നമ്മുടെ സ്വന്തം. ഒരു കളറൊക്കെ ഉണ്ടാവട്ടെ. ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ ഉപ്പുമാവ് റെഡിയായേ. ചാമ ഉപ്പുമാവ്. അതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങായും കൂടെ നമുക്കിടാം. നമുക്ക് ഇച്ചിരി ഒന്ന് ചൂടായിട്ട് ഇത് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി നമ്മുടെ മറ്റേ ചാമ ഉപ്പുമാവ് റെഡിയായി കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.